വീഴാതെ വണ്ണം തൻ്റെ മഹിമാസന്നിധാനത്തിൽ കളങ്കമറ്റവരായി ആനന്ദത്തോടെ നമ്മെ നിർത്തുവാൻ കഴിയുന്ന പിതാവായ ദൈവത്തിനും കർത്താവായ യേശുക്രിസ്തുവിനും സകല മാനവും മഹത്വവും പുകഴ്ചയും ബഹുമാനവും അർപ്പിക്കുന്നു. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സമാഗമന കൂടാരമെന്ന പഠന പരമ്പരയിലെ 8ാമത്തെ എപ്പിസോഡിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി വന്ദനം ഞങ്ങൾ അറിയിക്കുന്നു. പ്രാർത്ഥിക്കാൻ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, ഏതാനും ചില എപ്പിസോഡുകൾ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ വചനം ഷെയർ ചെയ്യുകയാണ്, പഠിക്കുകയാണ്. വിവിധ സ്ഥലങ്ങളിലിരിക്കുന്നു എങ്കിലും കർത്താവിൻ്റെ സഭയുടെ അംഗങ്ങളും കുടുംബത്തിൻ്റെ അംഗങ്ങളുമായതിനാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ വഹിച്ച് ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഈ ഓരോ പഠനങ്ങളിൽ നിന്നും ആഴമായ സത്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ച് കർത്താവിന് വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങളെ ഇടയാക്കിക്കാട്ടെ. കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ കൂടെ ഉള്ളതിനാൽ സ്തോത്രം. യേശു തമ്പുരാൻ്റെ സ്നേഹമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കഴിഞ്ഞ എപ്പിസോഡിൽ സമാഗമന കൂടാരത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. അതിൽ തങ്കത്തെക്കുറിച്ചും പൊന്നിനെക്കുറിച്ചും അതിൻ്റെ നിഴലും പൊരുളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ചിന്തിക്കുവാനിടയായി. അതിനുശേഷം താമ്രത്തെക്കുറിച്ചും വെള്ളിയെക്കുറിച്ചും ഖദിരമരത്തെക്കുറിച്ചും കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചു. സമാഗമന കൂടാരത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ ഇനിയും നമുക്ക് ചിന്തിക്കാനുള്ളത് നൂലുകളാണ്. ഈ നൂലുകളുടെ ഉപയോഗം പ്രധാനമായും 7 സ്ഥലങ്ങളിലാണ് പറയുന്നത്. നൂലുകൾ പറയുമ്പോൾ നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ, ഇങ്ങനെ 4 നിറങ്ങളിലുള്ള നൂലുകളെക്കുറിച്ച് പറയുന്നു. മൂടുശീലയ്ക്ക് പുറപ്പാട് പുസ്തകം 26:1 കാണുവാൻ കഴിയുന്നു. പിരിച്ച പഞ്ഞിനൂൽ, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ. പുറപ്പാട് പുസ്തകം 26:31 നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞിനൂൽ എന്ന ലിസ്റ്റ് നമുക്ക് കാണാം. 26:36 മറശീലയ്ക്ക് നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്ന് കാണുന്നു. 27:16 വാതിൽ മറയ്ക്കും നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞിനൂൽ എന്ന് നമ്മൾ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതിന് താഴെ കാണുമ്പോൾ ഏഫോദിന് ആദ്യം പൊന്ന്, പിന്നെ നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്ന് കാണാം. നടുക്കെട്ടിന് പുറപ്പാട് 28:8 നമ്മൾ കാണുന്നു നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ. പ്രാകാര മറശീലയ്ക്ക് പിരിച്ച പഞ്ഞിനൂൽ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും വ്യക്തമായിട്ടുള്ള കൽപ്പന കൊടുക്കുന്നു. ഈ 7 സ്ഥലങ്ങളിൽ പ്രാകാര മറശീലയ്ക്ക് മാത്രം പിരിച്ച പഞ്ഞിനൂലും ബാക്കി ഭാഗങ്ങളിൽ എല്ലാം തന്നെ 4 നൂലുകളും കാണുവാൻ കഴിയും. പക്ഷേ ഇവിടെ ചിന്തനീയമായ ഒരു വിഷയം, മൂടുശീലയ്ക്ക് മാത്രം പിരിച്ച പഞ്ഞിനൂലാണ് ഒന്നാമത് പറഞ്ഞിരിക്കുന്നത്. ബാക്കി എല്ലാ ഭാഗങ്ങളിലും പിരിച്ച പഞ്ഞിനൂൽ 4-മതും നീലനൂൽ 1-മതുമായിട്ട് വരുന്നു. എന്താണ് ദൈവം ഇതിൽ നിന്നും ആഗ്രഹിക്കുന്നത്? സമാഗമന കൂടാരത്തെപ്പറ്റി പഠിക്കുന്ന വിശ്വാസികൾ ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതിനകത്ത് ആഴമായ സത്യങ്ങൾ കിടപ്പുണ്ട് എന്നുള്ളത് വ്യക്തമാണല്ലോ. ദൈവം മോശയോട് പറയുമ്പോൾ ഞാൻ നിനക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം എന്ന് പറയുകയും ഇതിൽ നിന്ന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യരുത് എന്ന് തിരുവചനത്തിൽ പല ഭാഗത്ത് കാണുകയും അങ്ങനെ കാണുന്നതായ സമയങ്ങളിൽ മോശ അതുപോലെ തന്നെ അതനുസരിക്കുകയും ചെയ്തപ്പോൾ
ദൈവം എന്തുകൊണ്ട് അതിൻ്റെ ഓർഡറുകൾ തെറ്റാതെ 5 സ്ഥലത്തും നീലനൂലിനെ മുൻപിൽ നിർത്തുന്നു? മൂടുവിരിക്കും മാത്രം പിരിച്ച പഞ്ഞിനൂൽ ഒന്നാമത് പറയുമ്പോൾ ബാക്കി എല്ലാ ഭാഗങ്ങളിലും നീലനൂൽ ഒന്നാമതായി കാണാം. സൂര്യകിരണങ്ങളിൽ 7 നിറങ്ങളാണ് പ്രധാനമായും നമ്മൾ അംഗീകരിക്കുന്നതും മനസ്സിലാക്കിയിരിക്കുന്നതും. ചുവപ്പ് നിറം, പച്ച നിറം, നീല നിറം, കടും നീല നിറം, മഞ്ഞ നിറം, ഊത നിറം, പച്ചയും മഞ്ഞയും കലർന്ന നിറം, ഇങ്ങനെ നമുക്ക് സൂര്യകിരണങ്ങളിൽ കാണുവാൻ കഴിയും. സൂര്യരശ്മിയുടെ കിരണങ്ങൾ പ്രധാനമായും 2 വിധഭാഗമായിട്ട് നമുക്ക് തിരിക്കാം. മനുഷ്യ നയനങ്ങൾക്ക് കാണാവുന്ന നിറങ്ങളോട് കൂടിയ കിരണങ്ങളും തിരിച്ചറിയാൻ പറ്റുന്ന നിറങ്ങളോട് കൂടിയ കിരണങ്ങളുമുള്ള ഭാഗങ്ങളെ നമുക്ക് കാണാം. സൂര്യകിരണങ്ങളിൽ തിരിച്ചറിയാമെന്ന വിബ്ജിയോർ എന്ന് പറയുന്ന 7 നിറങ്ങൾ ഉണ്ടെന്നുള്ളത് നാം സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന കാര്യങ്ങളാണ്. ഈ തരംഗങ്ങളുടെ അല്ലെങ്കിൽ നിറങ്ങളുടെ വ്യത്യാസങ്ങൾക്ക് സൂര്യൻ്റെ വികിരണവുമായിട്ട്, സൂര്യൻ്റെ താപനിലയുമായിട്ട് ബന്ധമുണ്ട്. സൂര്യതാപമനുസരിച്ച് പല നിറങ്ങൾ വികിരണം ചെയ്യപ്പെടുന്നു. അത് ഏതാണ്ട് ഇങ്ങനെയാണ് നാം പഠിക്കുന്നത്. 25,000 സെൻറ്റിഗ്രേഡിൽ സൂര്യനെ കണ്ടാൽ നിറം വൈറ്റായും, 7,000 സെൻറ്റിഗ്രേഡിൽ ബ്ലൂ ആയും, 5,000 സെൻറ്റിഗ്രേഡിൽ യെല്ലോയായും, 4,500 സെൻറ്റിഗ്രേഡിൽ ഓറഞ്ചായും, 3,000 സെൻറ്റിഗ്രേഡിൽ റെഡായും സൂര്യകിരണങ്ങൾ നമ്മുടെ നയനങ്ങളിൽ പതിക്കുന്നു. നട്ടുച്ച നേരത്ത് സൂര്യനെ നോക്കിയാൽ ആ സൂര്യൻ്റെ പ്രഭ, ശോഭ ഈ പറഞ്ഞ നിറങ്ങളൊന്നുമായിരിക്കത്തില്ല. വെണ്മയോട് ചേർന്ന നിറമായിരിക്കും. മഴവില്ലിൻ്റെ നിറവും 7ആണല്ലോ. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, ഇങ്ങനെ മഴവില്ലിൻ്റെ നിറങ്ങളും കാണാം. സൂര്യൻ്റെ കിരണങ്ങളെ ജലഗണങ്ങൾ ആവാഹിച്ചെടുത്ത് പ്രതിഫലിപ്പിക്കുന്ന നിറങ്ങളാണ് മഴവില്ലിൽ നമ്മൾ കാണുന്നത്. എന്താണ് സൂര്യൻ്റെ കിരണങ്ങളിലെ നിറങ്ങൾക്ക് ഇങ്ങനെ വ്യത്യാസം വരുന്നത്? ദൈവം ലോകത്തോട് സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ കൂടിയും സംസാരിക്കുന്നു. നിറങ്ങൾക്ക് ലോകവും അർത്ഥം കൊടുക്കുന്നുണ്ട്. പച്ച നിറം ലോകത്തിൻ്റെ നിറമാണ്. ചുവപ്പ് നിറം ചില രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നിറമായി അംഗീകരിക്കുന്നു. അവരുടെ കൊടിയടയാളം ചുവപ്പാണ്. എൻ്റെ പ്രേക്ഷകർക്ക് അത് ചിന്തിക്കാവുന്നതും ഊഹിക്കാവുന്നതുമായ കാര്യമാണല്ലോ. മഞ്ഞ നിറം ചില മതസംഘടനകളും മറ്റും ഉപയോഗിക്കുന്നു. ഊത നിറം ചില രാഷ്ട്രീയ പാർട്ടികളും മതങ്ങളും അവരുടെ കൊടിയടയാളമായി ഉപയോഗിക്കുന്നു. കറുപ്പ് നിറത്തെ നാം ചിത്രീകരിക്കുന്നതും കാണുന്നതും പിശാചിൻ്റെ നിറമായിട്ടാണ്. ഈ നിറങ്ങൾക്കെല്ലാം ലോകമർത്ഥം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ വചനവും നിറങ്ങൾക്ക് അർത്ഥം കൽപ്പിക്കുന്നു. നീല നിറം ആകാശത്തിൻ്റെ നിറമാണ്, അല്ലെങ്കിൽ ഉയരത്തിൻ്റെ നിറമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിറമാണ്. ധൂമ്ര നിറം രാജാവായ യേശുക്രിസ്തുവിൻ്റെ നിറമാണ്. അത് രാജ നിറമാണ്. ചുവപ്പ് നിറം രക്തം ചൊരിഞ്ഞ ക്രിസ്തുവിൻ്റെ നിറമാണ്. വെള്ള സഭയുടെ അല്ലെങ്കിൽ വിശ്വാസിയുടെ നിറമാണ്. ഒരു കാര്യം കൂടി ഇവിടെ ഓർപ്പിക്കട്ടെ. സൂര്യൻ്റെ ഡിഗ്രികളെക്കുറിച്ച് നാം ചിന്തിച്ചപ്പോൾ ആ സൂര്യൻ്റെ ഡിഗ്രികളിൽ പ്രഭാത സമയത്ത് ഉദിച്ചുയർന്നു വരുന്ന സൂര്യനെ നോക്കുമ്പോൾ അതിൻ്റെ നിറം വെണ്മയായിരിക്കത്തില്ല. എന്താണ്
ദൈവം അതിൽ കൂടി നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നീ പക്ഷികളോട് ചോദിക്ക, അവ നിന്നെ പഠിപ്പിക്കും. പക്ഷികളിൽ കൂടിയും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ലോകത്തിലെ സകല സൃഷ്ടികളിൽ നിന്നും ദൈവിക മർമ്മങ്ങളും ആലോചനകളും നമുക്ക് പ്രാപിക്കുവാനുണ്ട്. സമയമുള്ളപ്പോൾ ഞാൻ വിവരിച്ചോളാം. വവ്വാലിൽ നിന്നാണ് നാവിഗേഷൻ സിസ്റ്റം കണ്ടുപിടിച്ചത്. ദൈവം പറയുന്ന ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ, പക്ഷികളോട് ചോദിക്ക, അവ നിന്നെ പഠിപ്പിക്കും. നട്ടുച്ച നേരത്ത് സൂര്യനെ നോക്കുന്ന ഒരാൾക്ക് വെണ്മയുടെ കളർ കാണാമെങ്കിൽ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം അതിൽ നിന്നുണ്ട്. നാമും ദൈവവുമായിട്ടുള്ള അടുപ്പം കൂടുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, ഈ കളറുകളെല്ലാം മാറി നമ്മുടെ കണ്ണിൽ ദൈവത്തെ നമുക്ക് വെണ്മയായി കാണുവാൻ കഴിയും. അല്പം കൂടി ലളിതമായി പറഞ്ഞാൽ, ഒരു വിശ്വാസി പാലല്ല കട്ടിയുള്ള ആഹാരം കഴിച്ച് ആത്മാവിൻ്റെ നിറവിൽ ദൈവവുമായിട്ടൊരു അടുത്ത ബന്ധത്തിലേക്ക് വരുമ്പോൾ, ആ വിശ്വാസിയുടെ എല്ലാ ഭാഗങ്ങളും ചിന്തകളും വിചാരങ്ങളും നടപ്പും എടുപ്പും ഡ്രസ്സും ഉള്ളും അകവും പുറവും എല്ലാം പരിശുദ്ധിയുടേതാകും. ഈ നിറങ്ങളെക്കുറിച്ച് ലോകം കൽപ്പിക്കുന്ന അർത്ഥങ്ങൾ പറഞ്ഞുവല്ലോ. ആ അർത്ഥങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു കളർ ഉയരട്ടെ. വിശ്വാസിക്ക് ചേരുന്ന കളർ. പച്ചയ്ക്ക് ലോകം അതിൻ്റേതായ അർത്ഥം കൊടുത്ത് മതസംഘടനകൾ അവരുടെ കൊടിയടയാളമായി ഉപയോഗിക്കുന്നു. ധൂമ്രവർണം രാജകീയ കളറ്, അതിന് ലോകം അർത്ഥം കൽപ്പിക്കുന്നു. മഞ്ഞയ്ക്ക് മതസംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റേതായ അർത്ഥം കൽപ്പിക്കുന്നു. ഊതനിറത്തിന് രാഷ്ട്രീയ പാർട്ടികളും മതങ്ങളും അതിൻ്റേതായ അർത്ഥം കൽപ്പിക്കുന്നു. കറുപ്പ് പിശാചിൻ്റെ പ്രതീകമായിട്ടും ദുഃഖത്തിൻ്റെ പ്രതീകമായിട്ടും ഒക്കെ നിൽക്കുമ്പോൾ, ഒരു വിശ്വാസിയുടെ കളർ നമ്മുടെ മനസ്സിലൊന്ന് വിരിയട്ടെ. ആ കളർ ധൂമ്രമാണോ, വെള്ളയാണോ, പച്ചയാണോ, മഞ്ഞയാണോ? ദൈവവചനം പറയുന്നു, വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടു കൂടി യഹോവയെ നമസ്കരിപ്പീൻ. സങ്കീർത്തനം 96:9 നമുക്കത് കാണുവാൻ കഴിയും. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ യഹോവയെ നമസ്കരിപ്പീൻ, സകല ഉപവാസികളുമായുള്ളവരെ അവൻ്റെ മുൻപിൽ നടുങ്ങുവിൻ. ലൂക്കോസ് 7:25 നമുക്ക് കാണുവാൻ കഴിയും, യോഹന്നാൻ്റെ വസ്ത്രം മോടിയുള്ളതായിരുന്നു. മാർദ്ദവ വസ്ത്രമായിരുന്നു യോഹന്നാൻ്റെ വസ്ത്രം. സഭാപ്രസംഗിയിൽ നമ്മൾ വീണ്ടും കാണുന്നു, അവിടെ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്, നിന്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കട്ടെ. നിന്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 7:9 144,000 പേർ വെള്ള നിലയങ്കി ധരിച്ചവരായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. വെളിപ്പാട് പുസ്തകം 4:4 വെള്ളയുടുപ്പ് ധരിച്ച 24 മൂപ്പന്മാരെ നമ്മൾ കാണുന്നു. വെളിപ്പാട് 3:18 ലവോദോക്യ സഭയോട് കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെയൊരു ഉപദേശം കൊടുക്കുന്നുണ്ട്, വെള്ളയുടുപ്പ് കർത്താവിനോട് വാങ്ങണം. മത്തായിയുടെ സുവിശേഷം 17:2 കാണാം, യേശുവിൻ്റെ വസ്ത്രവും വെള്ളയായിരുന്നു. ലോകം നിറങ്ങൾക്ക് അർത്ഥം കൽപ്പിക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ ജനമേ, ദൈവം നിർമ്മല കന്യകയായ പുതിയ നിയമസഭാ വിശ്വാസികൾക്ക് ഒരു നിറം കൽപ്പിക്കുന്നുണ്ട്. അത് വെള്ള തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മളൊരു സാരി എടുക്കാൻ പോകുമ്പോൾ നമുക്കറിയാം, അതിന് പറ്റുന്ന കളർ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. മഞ്ഞ നിറമുള്ള സാരിയാണെങ്കിൽ ആ സാരിയുമായിട്ട് നമ്മളൊരു കടയിൽ ചെന്നാൽ ആ കടക്കാരൻ
ഒരു 200 500 ടൈപ്പിലുള്ള കളറുകളുള്ള ബ്ലൗസ് തുണികളുടെ അടുത്തേക്ക് ആ സാരി പിടിച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ടവർ പറയും, ഇതിൻ്റെ യഥാർത്ഥ കളർ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഒരു കളറിന് ചേരുന്ന അതേ കളറിൽപ്പെട്ട മറ്റൊരു കളർ കണ്ടുപിടിക്കാൻ, യോജിക്കുന്ന കളർ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാകുമ്പോൾ ദൈവം എന്തുകൊണ്ട് സമാഗമന കൂടാരത്തിൽ ഈ 4 കളറുകൾ മാത്രമായിട്ട് ഒതുക്കി നിർത്തി? ദൈവത്തിൻ്റെ ജനമേ, ഈ 4 കളറുകൾക്കും അതിൻ്റേതായ അർത്ഥം ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ നീല നിറം ആകാശത്തിൻ്റെ നിറമാണ്. അത് ഉയരത്തെ കാണിക്കുന്നു, ഉയർച്ചയെ കാണിക്കുന്നു. ധൂമ്ര നിറം രാജകീയ വസ്ത്രത്തിൻ്റെ നിറമാണ്. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രാജത്വത്തെ കാണിക്കുന്നു. ചുവപ്പ് നിറം രക്തം ചൊരിഞ്ഞ ക്രിസ്തുവിൻ്റെ നിറമായി കാണുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടി കാൽവറിൽ യാഗമായ കർത്താവിനെ ആ നിറം പ്രതിനിധീകരിക്കുന്നു. വെള്ള നിറം പിരിച്ച പഞ്ഞിനൂൽ സഭയുടെ വിശ്വാസിയുടെ നിറമാണ്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ദൈവത്തിന് സ്തോത്രം, ഈ നിറങ്ങളെപ്പറ്റി ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഈ നിറങ്ങൾക്ക് അതിൻ്റേതായ അർത്ഥം കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതുമാത്രമല്ല, ഈ നൂലുകളെപ്പറ്റി പഠിക്കുമ്പോൾ ആ നൂലുകൾക്ക് ദൈവം പ്രത്യേകമായ അർത്ഥങ്ങളും പദങ്ങളും ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് കാണാം. ഇവിടെ 4 നൂലുകളെപ്പറ്റി പറയുമ്പോൾ ഒരു നൂലിനെ മാത്രം പിരിച്ച പഞ്ഞിനൂൽ എന്ന് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് പിരിച്ച പഞ്ഞിനൂൽ എന്ന് പറയുവാൻ കാര്യം? പിരിച്ച പഞ്ഞിനൂലെന്ന് വെള്ള നൂലിന് മാത്രം പറയുമ്പോൾ മറ്റ് നൂലുകൾക്കൊന്നും പിരിച്ച എന്ന പദം കാണുന്നില്ല. കാരണം പിരിച്ച പഞ്ഞിനൂലിൽ ദൈവത്തിന് സ്തോത്രം, ദൈവവും ഒരു വിശ്വാസിയും പിരിഞ്ഞ് ചേർക്കപ്പെടുന്നതിനെ കാണിക്കുന്നു. അതിൻ്റെ അർത്ഥത്തെ വെളിപ്പെടുത്തുന്നു. ഒരു വിശ്വാസി നൂല് പിരിക്കുന്നത് പോലെ, പിരിയുന്നത് പോലെ വിശുദ്ധനായ ദൈവത്തോട് ചേർന്ന് പിരിയപ്പെടണം എന്നുള്ള ആഴമായ അർത്ഥങ്ങൾ ഈ പിരിച്ച പഞ്ഞിനൂൽ പ്രകടമാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ഭാഗങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, ഒന്നാമത്തെ ആ ലിസ്റ്റിൽ മാത്രം പിരിച്ച പഞ്ഞിനൂൽ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഒന്നാമത് പിരിച്ച പഞ്ഞിനൂൽ വന്നിരിക്കുന്നത് മൂടുശീലയ്ക്ക് മാത്രമാണ്. ബാക്കി ഭാഗങ്ങളിലെല്ലാം നീലനൂൽ ഒന്നാമത് വന്നിരിക്കുന്നു. അതിൻ്റെ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, സകലത്തിൻ്റെയും ഉടയവനായ ഉയരത്തിൽ വസിക്കുന്ന ദൈവത്വത്തെ ആ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ആ ശീലകളിലും ഏഫോദിലും നടുക്കെട്ടിലും തിരശീലകളിലും മറശീലയിലും വാതിൽ മറയിലും ഒക്കെ പ്രകടമായി നിൽക്കുന്നത് നീലനൂലിനെ പ്രതിനിധീകരിക്കുന്ന ദൈവത്വത്തെയാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ മറ്റൊരു ചിന്ത കൂടി ഈ നൂലുകളെക്കുറിച്ച് ഞാൻ പറയട്ടെ. നമ്മൾ സൂര്യൻ്റെ കിരണങ്ങളെക്കുറിച്ച് പഠിച്ചല്ലോ. ഈ സൂര്യൻ്റെ ഉപഗ്രഹമാണല്ലോ ചന്ദ്രൻ. സൂര്യൻ്റെ നിറങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കിരണങ്ങൾ ചന്ദ്രനിൽ തട്ടുമ്പോഴാണ് ചന്ദ്രൻ ശോഭിക്കുന്നത്. ദൈവത്തിൻ്റെ ജനമേ, എന്താണ് ദൈവം അതിൽ കൂടി നമ്മളോട് സംസാരിക്കുന്നത്? മാലാഖി പ്രവചനത്തിൽ നമുക്കിങ്ങനെ കാണുവാൻ കഴിയും, നീതി സൂര്യൻ രോഗോപശാന്തിയോടെ വരുന്നു എന്ന്. ആരാണ് നീതി സൂര്യൻ? കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ നീതി സൂര്യൻ. ആ നീതി സൂര്യൻ്റെ കിരണങ്ങൾ ചന്ദ്രനിലേക്ക് അടിക്കുന്നത് പോലെ നമ്മളിലേക്ക്, വിശ്വാസിയാകുന്ന നമ്മളിലേക്ക്
യേശുവിൻ്റെ കിരണങ്ങൾ അല്ലെങ്കിൽ ശോഭ പതിയുമ്പോൾ നാമും യേശുവിനെ പോലെ ശോഭിക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നത്, ഞാൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നിങ്ങളും നിർമ്മലരാകുവീൻ. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുവീൻ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ നിറങ്ങളുടെ അർത്ഥങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട്, ഈ നിറങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട്, ദൈവത്തിന് സ്തോത്രം, ഈ നൂലുകളുടെ അർത്ഥങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് മുൻപോട്ട് പഠിക്കുന്നെങ്കിൽ മാത്രമേ സമാഗമന കൂടാരത്തിലെ മറ്റ് നൂലുകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഉപകരണങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അവിടെയുള്ള വസ്തുക്കളെക്കുറിച്ചും നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ഈ നൂലുകൾക്ക് 4 നിറം കൊടുത്തിരിക്കുമ്പോൾ ശ്രദ്ധിക്കണമേ, ഈ നൂലുകൾ പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ അർത്ഥം കൊടുക്കുന്ന ചില ആഴമായ അർത്ഥങ്ങളുണ്ട്. ധൂമ്രനൂൽ രാജാക്കന്മാരുടെ നിറമാണ്. ധൂമ്രനൂൽ, നിറത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലും രക്താംബരം വിൽക്കുന്ന ഫിലിപ്പിയയിലെ വിശ്വാസികളെക്കുറിച്ചുമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, അവിടെ നമുക്ക് കാണുവാൻ കഴിയും ധൂമ്രനൂൽ രാജനിറമാണ്. കടലിൽ നിന്നും എടുക്കുന്ന മുത്തുച്ചിപ്പികളിൽ നിന്നും ആ മുത്തുച്ചിപ്പുകളുടെ അകത്തുള്ള പ്രത്യേകമായ കളറുകൾ എടുത്ത് അതിനെ പ്രത്യേകമായ രാസപ്രക്രിയയിൽ കൂടിയും അല്ലെങ്കിൽ പ്രോസസ്സിങ്ങിൽ കൂടിയും ആണ് ധൂമ്ര നിറമുണ്ടാക്കി രാജവസ്ത്രങ്ങൾക്ക് കൊടുത്തിരുന്നത്. ആ വസ്ത്രങ്ങൾക്കൊക്കെയും ഭയങ്കര വിലയുള്ള വസ്ത്രങ്ങളാണ്. ധൂമ്ര നിറം രാജത്വത്തെ കാണിക്കുന്നു. ചുവപ്പ് നിറം രക്തം ചൊരിഞ്ഞ ക്രിസ്തുവിൻ്റെ നിറമാണ്. വെള്ള നിറം സഭയുടെ നിറം അല്ലെങ്കിൽ വിശ്വാസിയുടെ നിറം. യേശു ക്രിസ്തുവിനും ഈ 4 ഭാവങ്ങൾ ഉണ്ടായിരുന്നു. മുൻപോട്ടുള്ള പഠനത്തിൽ അത് കടന്നു വരുന്നത് കൊണ്ട് നിറത്തെപ്പറ്റി മാത്രം പറഞ്ഞ് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കട്ടെ. നീല നിറം ഉയരത്തിൻ്റെ നിറമാണ്, ദൈവത്തിൻ്റെ നിറമാണ്, ആകാശത്തിൻ്റെ നിറമാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ നീല നിറം പ്രകീർത്തിക്കുന്ന ഒരു സുവിശേഷമുണ്ട്. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം. ധൂമ്ര നിറം രാജാക്കന്മാരുടെ നിറമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന് ഒരു രാജകീയ മുഖമുണ്ട്. അതിൻ്റെ സുവിശേഷമാണ് മത്തായിയുടെ സുവിശേഷം. ചുവപ്പ് നിറം മനുഷ്യനു വേണ്ടി രക്തം ചൊരിഞ്ഞ ക്രിസ്തുവിൻ്റെ നിറമാണ്. ആദമിന് ചുവന്നവനെന്നും ചെമ്മണ്ണിൻ്റെ നിറമുള്ളവനെന്നും അർത്ഥമുള്ളപ്പോൾ ചുവപ്പ് നിറം മനുഷ്യത്വത്തെ കാണിക്കുന്നു. യേശുവിൻ്റെ മനുഷ്യത്വത്തെ കാണിക്കുന്ന നിറമാണ് ചുവപ്പ് നിറം. അതുമാത്രമല്ല, ആ ചുവപ്പ് നിറവും യേശുവിൻ്റെ മനുഷ്യത്വവും ലൂക്കോസിൻ്റെ സുവിശേഷം പ്രകടമാക്കുന്നു. വെള്ള നിറം പരിശുദ്ധിയുടേതാണ്, താഴ്മയുടേതാണ്, നിർമ്മലതയുടേതാണ്. ആ നിറം, ദൈവത്തിന് സ്തോത്രം, മർക്കോസിൻ്റെ സുവിശേഷം യേശുവിൻ്റെ ദാസ്യത്വത്തെ വെളിപ്പെടുത്തുന്നു, വിശുദ്ധിയെ വെളിപ്പെടുത്തുന്നു. നിറങ്ങൾക്കൊക്കെയും ദൈവം അർത്ഥം കൽപ്പിച്ച് സമാഗമന കൂടാരത്തിലാക്കിയിരിക്കുമ്പോൾ ഒരു ചോദ്യം ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ, ഒരു സാരിയുടെ കളർ കണ്ടുപിടിച്ച് ഒരു ബ്ലൗസ് പീസ് എടുക്കുവാൻ ഇത്രത്തോളം ബന്ധപ്പെടുന്ന കളറുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ലോകത്തിൽ ദൈവം എന്തുകൊണ്ട് ഈ 4 കളറുകൾ മാത്രം സമാഗമന കൂടാരത്തിൻ്റെ പണിക്ക് ഉപയോഗിക്കുന്നു? പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ആഴമായ അർത്ഥങ്ങൾ അതിൽ നിൽക്കുന്നു. ഈ നൂലുകൾ കൊണ്ട് ഉണ്ടാക്കപ്പെടുന്ന വസ്തുക്കളിൽ അല്ലെങ്കിൽ മറശീല, തിരശീല, വാതിൽമറ, ഏഫോദ്, നടുക്കെട്ട്, മൂടുശീല, ഇവയിലൊക്കെയും ഈ വിധമായ ആഴമായ അർത്ഥങ്ങൾ തുളുമ്പി നിൽക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം,
ആ ആഴമായ അർത്ഥങ്ങളിലേക്ക് നമുക്ക് പിന്നാലെ കടന്നു ചെല്ലാം. അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിറങ്ങളുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആഴമായ ദൈവിക സത്യങ്ങളുടെ ആഴമായ ദൈവത്തിൻ്റെ മർമ്മങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് കൂടുതലായുള്ള പഠനത്തിനായി നമുക്കൊരുങ്ങാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാൻ നമ്മൾ ഒരുങ്ങുന്നു. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് തന്ന ഈ നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ എൻ്റെ ദൈവം ഞങ്ങളോട് കൂടെയിരുന്നല്ലോ. പരിശുദ്ധ പിതാവേ, ഇന്നത്തെ ഈ എപ്പിസോഡിലും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതിനാൽ സ്തോത്രം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ എല്ലാവരെയും ശക്തീകരിക്കണമേ. വീണ്ടും ഒരുമിച്ച് പഠിക്കുവാനും പോരെ കർത്താവേ, അതിൽ കൂടി ഒരു വിശുദ്ധ ജീവിതത്തിൻ്റെ ഉടമകളാകുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിച്ചാട്ടെ. എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു തമ്പുരാൻ്റെ സ്നേഹമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എൻ്റെ ഏകാന്തതയിലെനിക്കാശ്വാസമാ മകൾ സ്നേഹം മറ്റാർക്കുള്ളൂ. എൻ ഹൃദയവേദന അറിഞ്ഞ നാഥ, നീയല്ലാതെ എനിക്കാരുള്ളൂ.